ഇതാണ് അവൻ്റെ നമ്പർ. ആ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവൻ്റെ പേഴ്സണൽ ലൊക്കേഷൻ എടുക്കാൻ പറ. സാറേ ഇതാ അവൻ്റെ ഫേസ്ബുക്ക് പേജ്, സാംസൺ തരകൻ. അടിപൊളി. മൂന്ന് വല്ലാടി നിൽക്കാം വച്ച. ഹലോ, സൈബർ സെല്ലിൽ നിന്നാ സാറേ. കോഡ് 1039. അതെ, ഞാനിപ്പോൾ ഓഫീസിലില്ല. അതൊന്ന് റീകോഡ് ചെയ്ത് പറയാമോ? സാറേ ഇപ്പം പറയാം സാർ, ഇപ്പം പറയാം. അത് മഹാരാഷ്ട്ര അടുത്തുള്ള ടവറാണ് സാർ. ഓ ശരി ശരി, ഓക്കെ. ശരി. അവൻ എറണാകുളത്ത് തന്നെ ഉണ്ട്. മഹാരാജാസിന് അടുത്തുള്ള ടവറാന്ന് പറയാം. സാറേ ഈ മഹാരാജ് കോളേജിൻ്റെ അടുത്ത് 2 ക്ലബ്ബുണ്ട്. മിക്കവാറും അവൻ അവിടെ കാണും. മറ്റേ ക്ലബിലോ? എന്നാ അങ്ങോട്ട് പോകാം. അവിടെ ഇല്ല സാറേ. സാറേ നമുക്ക് മറ്റേ ക്ലബ്ബിൽ പോയി നോക്കാം. നിങ്ങൾ പോയി നോക്കിട്ടോ. ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോലെ സാറേ. വണ്ടി കിടക്കണം. അവന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കോഡ് ട്രിപ്പിൾ നയൻ. വേറെ കുറെ വണ്ടികളുണ്ടെന്നേ. ഇവനെന്താ പരിപാടി അപ്പൊ? ആ വരുന്നവനാ, ആ വെളുത്ത പുൽക്കാന്താടി, ആ കുളിങ് ഗ്ലാസ് വെച്ചു. വിളിക്കും സാറിന് വിളിക്കും. അവന്റെ ഒരു പൂക്കള് ഷർട്ടും പുൽകാന്താടി. ഹലോ. സാറേ സാറേ അവനോടുണ്ട് ക്ലബിൽ. അവനോടല്ലേ? ഞാൻ പുറത്തോടെ ബ്ലോക്ക് ചെയ്യണം കേട്ടാ. എടാ ഈ ആഴ്ച ഞാൻ പോകത്തില്ല. ഇവിടെ തന്നെ ഉണ്ട്. മസാജ് ഒക്കെ ചെയ്യാൻ പോവാണെങ്കിൽ ബാങ്കോക്ക് ഇപ്പൊ ഇവിടെ എന്തോന്ന് മസാജ് പശുപാലനൊക്കെ അല്ലാതെ. എടാ നിനക്കറിയാവുന്ന സ്ഥലം ഉണ്ടോടാ? ഒരടിപൊളി സ്ഥലമുണ്ട്. അതെന്താ? ഞാൻ ബിജു പോലോസ്, ടൗൺ എസ് ആണ്. സാർ ഒരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത് ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിർവാ വണ്ടി ഇട്. വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല നിങ്ങൾ പോയിക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. താൻ എന്തോടെ കാണിക്കുന്നത്? എനിക്ക് അഡ്വക്കേറ്റ് ഫോൺ ചെയ്യണം. പിന്നെ നിന്റെ അഡ്വക്കേറ്റ് മിണ്ടി പോരെ നീ. പാവപ്പെട്ടൊരു കൊച്ചിനെ പട്ടി വെട്ടി കടിപ്പിച്ചതിന് നിന്റെ അടുത്ത് സ്റ്റേഷൻ വരെ വരാൻ നീ എന്നാ പറഞ്ഞേ? ഐ മീൻ മീറ്റിംഗ്, ഐ മീൻ ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിൽ അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്.